നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ദീർഘസമയം നിന്ന് നിസ്കരിക്കുന്നതിനാൽ തിരുപാദങ്ങളും രണ്ടും നീര് വന്ന് തടിച്ചിരുന്നു. അതിന് ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, തങ്ങൾ എന്തിന് ഇത്ര കഷ്ടപ്പെടണം? അങ്ങേക്ക് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നിട്ടില്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, അഫലാ അകൂനു അബ്ദൻ ശുകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമ ആകേണ്ടയോ? അള്ളാഹു പറയുന്നു, വഖലീലും മിൻ ഇബാദിയ ശുകൂർ, എൻ്റെ അടിമകളിൽ നന്ദിയുള്ളവർ കുറവാണ്. അള്ളാഹുവിൻ്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യരിൽ നന്ദി പ്രകടിപ്പിക്കുന്നവർ വളരെ കുറവാണെന്ന് ഈ വചനം ബോധ്യപ്പെടുത്തുന്നു. നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, താമസിക്കുന്ന ഭൂമി, സഞ്ചരിക്കുന്ന വാഹനം, കഴിക്കുന്ന ഭക്ഷണം, ധരിക്കുന്ന വസ്ത്രം, കാണുന്ന കണ്ണ്, കേൾക്കുന്ന ചെവി, സംസാരിക്കുന്ന നാവ്, നടക്കുന്ന കാല്, ചിന്തിക്കുന്ന മസ്തിഷ്കം, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹത്തിൻ്റെയും മൂല്യവും അവയെല്ലാം നൽകിയത് അല്ലാഹുവാണെന്നതും നാം തിരിച്ചറിയണം. ഖുർആൻ പറയുന്നു, വമാ ബികും മിൻ നിഅമതി ഫമിനല്ലാഹ്, നിങ്ങൾക്ക് ഏത് അനുഗ്രഹവും അത് അല്ലാഹുവിൽ നിന്നുള്ളതും തന്നെയാണ്. നന്ദി വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. എല്ലാ അനുഗ്രഹങ്ങളും എന്തിനു വേണ്ടിയാണോ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്, അതിനു വേണ്ടി മാത്രമേ അവ ഉപയോഗിക്കലാണ് യഥാർത്ഥ നന്ദി. പണ്ഡിതന്മാർ നന്ദി ഇപ്രകാരം നിർവചിക്കുന്നു: അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ ഈ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നത് നന്ദികേടാണ്. ജീവിതകാലം മുഴുവൻ ഒന്നും കാണാൻ കഴിയാത്ത അന്ധന്മാരുടെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ. ഒരു നിമിഷമെങ്കിലും ഒന്നും കാണാൻ കഴിയാതെ ഇരുട്ടിലായാൽ നമുക്ക് എത്ര പ്രയാസമായിരിക്കും. അള്ളാഹു നൽകിയ കണ്ണുകൾ കൊണ്ട് അവൻ ഇഷ്ടപ്പെടാത്തവ കാണുന്നത് എത്രമാത്രം നന്ദികേടാണെന്ന് നാം ചിന്തിക്കണം. കണ്ണ് ഇവിടെ ഒരു ഉദാഹരണം മാത്രമാണ്. അല്ലാഹു തആല നൽകിയ എല്ലാ അനുഗ്രഹങ്ങളുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ലഭിച്ച ഓരോ അനുഗ്രഹത്തെക്കുറിച്ചും പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് അല്ലാഹു മുന്നറിയിപ്പ് നൽകുന്നു. സുമ്മ ലാ തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നീട് ആ ദിവസം നിങ്ങൾ അനുഭവിച്ചു സുഖ സൗകര്യങ്ങളെ കുറിച്ചു തീർച്ചയായും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖിയാമത്ത് നാളിൽ 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു അടിമയുടെ കാലടികൾ മുന്നോട്ട് നീങ്ങുകയില്ല. 1. ആയുസ് എന്തിനു വേണ്ടി നിയോഗിച്ചു. 2. അറിവ്, അത് കൊണ്ട് എന്ത് പ്രവർത്തിച്ചു. 3. ധനം എങ്ങനെ സമ്പാദിച്ചു, എന്തിൽ ചെലവഴിച്ചു. 4. ശരീരം എന്തിൽ നശിപ്പിച്ചു. ഒരാൾ നമുക്ക് ഉപകാരം ചെയ്താൽ ജസാക്കല്ലാഹു ഖൈർ, അള്ളാഹു നിനക്ക് നല്ല പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നത് സമ്പൂർണമായ നന്ദി പ്രകടനമാണെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. നാം നന്ദിയുള്ളവരായാൽ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്താൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. അള്ളാഹുവിനോടും മനുഷ്യരോടും നന്ദി ചെയ്യുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.